so once again, welcome back to my YouTube channel. Hope you all are doing well. എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നെടുത്ത ചോപ്പാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കൈ കണ്ടോ, മൈലാഞ്ചി ഇട്ടൊന്ന് പരീക്ഷിച്ചത്, കെമിക്കലായിട്ടുള്ള മൈലാഞ്ചി കേട്ടോ ഗൈസ്. ഇത് വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നത്, ഞാൻ ഇത് സോപ്പിട്ട് ക്ലീൻ ആക്കി കളയും. അപ്പോൾ നമ്മളെന്താ നമ്മുടെ നീറ്റ് സ്റ്റോറിയാണ് ഗൈസ് റിവീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് സംതിങ് എനർജൈസിങ് ഫോർ മീ, ബട്ട് ഇറ്റ്സ് സംതിങ് ഫ്രസ്ട്രേറ്റിംഗ് ഫോർ മീ. അപ്പോൾ ഈ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്തുകൊണ്ട് പറയണം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് വാസ് ഓൾസോ എ കോണ്ടന്റ് ആൻഡ് സംതിങ് ലോങ്. നമുക്ക് ഇന്നൊരു 12 minutes ഒക്കെ പറയാം കേട്ടോ, ബിക്കോസ് ഒരു പാർട്ട് 1 ആക്കാം നമുക്ക് ഇന്നത്തെ നീറ്റ് സ്റ്റോറി പാർട്ട് 1. അപ്പോൾ നീറ്റ് സ്റ്റോറി പാർട്ട് 1ലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വസ്വാഗതം. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ നീറ്റ് സ്റ്റോറിയിൽ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപാട് പേർക്ക് നീറ്റ് എന്ന് പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കാം. പണ്ട് മുതൽ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കുട്ടികളെ ചികിത്സിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയുള്ളൊരു തോന്നിയിട്ടുള്ള ഒരു മീൻസ് മാനിഫെസ്റ്റേഷനും ഡ്രീമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദാറ്റ്. എനിക്ക് ചൈൽഡ്ഹുഡിൽ ഒരു അംബീഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിറ്ററലി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരാൾ ഇങ്ങോട്ട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒപ്പോസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് പറയാനൊക്കെ എനിക്ക് അങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മൂവീസൊക്കെ കാണുമ്പോൾ ഒരു LKG UKG ഒക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് വക്കീലാവണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. പിന്നെ ഞാൻ പറയും, ഓഫ്കോഴ്സ് ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, മറ്റേ ടീച്ചർ അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങളുണ്ടാവില്ല. ലെക്ചറലി എനിക്കും അതുണ്ടായിരുന്നു. ഞാൻ പറയും, പകുതി ഞാൻ ടീച്ചർ, പകുതി ഞാൻ അഡ്വക്കേറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെ അഡ്വക്കേറ്റ് ആ ഒരു പ്രൊഫഷനോട് എന്തോ ഒരു എന്താ പറയുക ഏർജ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്കൊരു ബ്ലാക്ക് ഷെർവാണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ഷെർവാണി കോട്ടാക്കി ഇട്ട് നടന്നിട്ട് ഞാൻ പറയും, ഞാനാണ് അഡ്വക്കേറ്റ്. അച്ഛൻ ഞാനിങ്ങനെ പറയും, എന്താണ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ചൈൽഡ്ഹുഡ്, ഏറ്റവും ഒരു ബേസിക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഒരു, എനിക്ക് അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ളൊരു സാധനം എനിക്ക് ആ ഒരു ഇത് മാത്രമാണ്. ഡോക്ടർ ആവണമെന്നൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഡോക്ടർ സെറ്റ് വേണ്ടി അങ്ങനെ കളിച്ച ഒരു വലിയ ഓർമ്മ എനിക്കില്ല. മേ ബി കളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ വലിയൊരു ഡ്രീം അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് എനിക്ക് ഓക്കെ, അത്രയും നാൾ ബേസിക്കലി ഞാൻ അതിന് ശേഷം ഒരു ബോധമൊക്കെ വെച്ചിരുന്ന സമയത്ത് മിസ്സുമാരെ അംബീഷൻ ചോദിക്കുമ്പോൾ ഞാൻ ലിറ്ററലി ഞാൻ പറയും, ഞാൻ വോണ്ട് ടു ബിക്കം എ സിവിൽ എഞ്ചിനീയർ അങ്ങനെയൊക്കെ ഞാൻ പറയും. ബിക്കോസ് അച്ഛനൊക്കെ ഇങ്ങനെ, അച്ഛനും പാപ്പനൊക്കെ ഇങ്ങനെ പ്ലാനൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ട് ഞാനും വിചാരിച്ചു ഓക്കെ. അപ്പം അത് കണ്ടിട്ട് ഞാനും A4 ഒക്കെ എടുത്ത് ഹാൻഡ് ഡ്രോയിങ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എടുത്തിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ പ്ലാനൊക്കെ വരയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ഇതിലായിരിക്കും കഴിവ്. അപ്പം ഞാൻ കഴിവെന്ന് വിചാരിച്ചില്ല എന്ന് തോന്നുന്നു, ബട്ട് ലിറ്ററലി ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനും ലിറ്ററലി ക്ലാസ്സിലൊക്കെ പറയായിരുന്നു, മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ സിവിൽ എഞ്ചിനീയർ ഇങ്ങനെയൊക്കെ ഞാൻ പറയായിരുന്നു. പക്ഷെ ഒരു 6th എത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ ഡ്രോയിങ്ങിനോടോ അതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു പാഷനൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ എന്തോ വെറുക്കൊക്കെ ചെയ്തു അതിനെ. അങ്ങനെ ഒരു 7th എത്തിയപ്പോഴാണ് ഐ ഷുഡ് ഹാവ് എ പ്രോപ്പർ തിങ്, എന്താണ് എനിക്ക് ആവശ്യമുള്ളത്. അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ച് ഞാനൊരു ഇത് കണ്ടുപിടിച്ചു. അതിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അതിലേക്ക് ഇനിയും എനിക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് എത്താൻ പറ്റും. അതിലേക്ക് എനിക്ക് എത്താൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിലേക്ക് എത്തണമെങ്കിൽ ഐ ക്യാൻ ചൂസ് എനി സ്ട്രീം ആഫ്റ്റർ മൈ 10th സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി വെദർ ഐ ഷുഡ് ചൂസ് സയൻസ് ചൂസ് ചെയ്യണമെന്നായിരുന്നു. സയൻസ് ചൂസ് ചെയ്യണമെന്ന് എന്തോ നമ്മുടെ സൊസൈറ്റിയൽ പ്രഷർ ആയിരിക്കാം മേ ബി സയൻസ് ചൂസ് ചെയ്യാനായിട്ട്. സയൻസേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെനിക്കറിയില്ല, എൻ്റെ മാത്രം ഒരു ഇതാണ് ആ സമയത്ത്. ഇപ്പം ഞാൻ പറയില്ല അങ്ങനെ സയൻസ് മാത്രമൊന്നുമല്ല, എല്ലാ സ്ട്രീംസും ഈക്വൽ ആണെന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു ഇതിൽ സയൻസ് ആണ് ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ വെദർ ഐ ഷുഡ് ടേക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി സയൻസ് എന്നായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ബയോളജിയോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ എല്ലാവരും അടുത്ത് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നേക്കാളും ബയോളജി എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഇഫ് യു ടുക്ക് ബയോളജി യു വിൽ ബി ഏബിൾ ടു ഗോ ടു എനി സ്ട്രീം, യു ക്യാൻ ടേക്ക് എനി ജോബ്. ഇഫ് യു വോണ്ട് ടു ഗോ ടു കൊമേഴ്സ് ഫീൽഡ്, ഇഫ് യു വോണ്ട് ടു ഗോ ടു കമ്പ്യൂട്ടർ ഫീൽഡ്, if you want to go to biology field, medical field, everything you will be able to go if you are taking maths or biology science. So I thought okay, I can go everywhere if I took this. So I took it. Then after completing my +1, it was doing my preparation of
മൈ ഫൈനൽ എക്സാം ഓഫ് മൈ +1. ഞാൻ എന്തോ ഞാൻ അങ്ങനെ ഒരുപാട് സൈലം ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. ഞാൻ സൈലം കേട്ടിട്ടുണ്ട്, പക്ഷെ സൈലം കാണില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിരുന്ന ആളല്ലായിരുന്നു അന്ന്. പക്ഷെ ഞാൻ എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലെ ക്വസ്റ്റൻ അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ ക്വസ്റ്റൻ അടിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ റെഫർ ചെയ്യുന്ന ഒരാളായിരുന്നു. അത് ഞാനിങ്ങനെ ചുമ്മാ അതെന്തോ ചെയ്ത് ഞാനിപ്പോൾ ഈ ഫോൺ വെച്ചേക്കുന്ന ഈ അതേ ടേബിളിൽ ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഡൗട്ട് യൂട്യൂബിലാണെന്ന് നോക്കിയിട്ടുള്ള, എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മാത്സ് എക്സാം എന്തോ ആയിരുന്നു. അപ്പൊ ഞാനത് കണ്ട് ഞാനത് ഓഫ് ചെയ്തു. പക്ഷെ ഹോം പേജിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഞാനതിങ്ങനെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ എഴുതുന്നുണ്ടെങ്കിലും എന്താ പറയാ, എൻ്റെ RAS അല്ലെങ്കിൽ ബേസിക്കലി ഞാനിങ്ങനെ അതും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അത് എനിക്ക് അതിനോടൊരു കോൺസെൻട്രേഷൻ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ തോന്നി. അങ്ങനെ ഞാനത് കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചു. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സൈലത്തിന്റെ CEO ഡോക്ടർ അനന്തു MBBS, അനന്തു സാറിന്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ഇറ്റ് വാസ് റിലേറ്റഡ് ടു ബിസിനസ്. ഞാനത് ഫുള്ള് ഇരുന്ന് കേട്ടു. അതായത് പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ഫുൾ ഇന്റർവ്യൂ കണ്ടു. 30 മിനിറ്റ് അങ്ങനെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഫുൾ മോട്ടിവേഷൻ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇത് ആരാണ്, ഓക്കെ സൈലം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. 9th 10th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്ലവേഴ്സിലൊക്കെ ഞാൻ പരസ്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ മമ്മൂട്ടിയുടെ പരസ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഓക്കേസ് ആയില്ല, അത്ര എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് ഒരുപാട് പോയിട്ട് ധാരാളം അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി അനന്തു സാറിൻ്റെ അടുത്തൊക്കെ. +1 എക്സാം ഒക്കെ കഴിഞ്ഞു. +1 എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുക, എന്താ ചെയ്യണ്ടേ, +2 കഴിഞ്ഞപ്പോൾ +2 എൻട്രൻസിന് പോകണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതോ ഡിഗ്രി കോഴ്സസ് എടുക്കാൻ ഈ പറഞ്ഞ പോലെ മടി, ഡിഗ്രിക്ക് പോവില്ല, അങ്ങനെ എന്തൊക്കെയോ മടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ അന്തസാറിൻ്റെ അടുത്ത് ഭയങ്കര മോട്ടിവേഷനായി, ഭയങ്കര ഹൈപ്പാണ്, ഈ ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് സാറിൻ്റെ ഇങ്ങനെ ആ സമയത്ത് സാറ് എവിടേക്കോ പോയിട്ട് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 1 hour അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. എന്നാലും അത് കുത്തിരുന്ന് കണ്ട് അത്ര അങ്ങനെ അത് രാത്രിക്ക് ഇരുന്ന് കാണുന്നത്, രാത്രി 12 മണി 1 മണി നേരത്തേക്ക് ഇരുന്ന് കാണുക. ചിലതൊക്കെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. അത്രയും മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല. മേ ബി പുള്ളിയുടെ ഹാർഡ് വർക്ക്, അങ്ങനത്തെ പുള്ളിയുടെ ഗ്രേസ്, അതിനോടൊക്കെ തോന്നിയിട്ടുള്ള ഒരു ഭ്രമമായിരിക്കാം അത്. അങ്ങനെ അത് കുത്തിയിരുന്ന് കണ്ട് ഓക്കെ നമുക്കും ആളുടെ പോലെ ആവണം, എനിക്കും ലൈഫിൽ വിജയിക്കണം എന്നൊരു സാധനം വന്നു. അത് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര ഹൈപ്പായി. മേ ബി അതും ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കാം ഐ ഷുഡ് ഗോ ടു നീറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ നീറ്റിന് പോവാം, MBBS എടുക്കാം. ഒന്നാമത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം സർവീസ് അങ്ങനത്തെ ഒരു പ്രൊഫഷനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത സർവീസ് എന്നൊരു പ്രൊഫഷൻ ഡെഫിനറ്റ്ലി ഞാനല്ലോ 7th സ്റ്റാൻഡേർഡിലൊരു ഡ്രീം വന്നു. ഇറ്റ് വാസ് നോട്ട് ദാറ്റ്, ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ഫീൽഡ്. പക്ഷെ ഇതും എനിക്ക് സർവീസ് കൊടുക്കാം എന്നൊരു ഒരു സാധനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിനോട് ഇത്ര വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും നാൾ മെഡിക്കൽ ഫീൽഡിലേക്ക് ഞാൻ എന്തെങ്കിലും പോവില്ല എന്ന് പറഞ്ഞു നടന്നൊരു വ്യക്തിത്വമായിരുന്നു. ഞാൻ പറഞ്ഞു ഫുള്ള് ഓപ്പോസിറ്റ് ജീവിതത്തിൽ നടക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മൾ എന്ത് വിചാരിച്ചോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കാം മേ ബി നമ്മുടെ ലൈഫിൽ നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അപ്പൊ എനിക്കത് പിന്നീട് കുറച്ച് നാളിന് ശേഷം എനിക്കെന്താ തോന്നി, ഓക്കെ ഇത് ഞാൻ എനിക്ക് അനന്തു സാറിനോട് അത്ര എന്ത് തോന്നി, പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടല്ലേ, പുള്ളി എന്താണോ ചെയ്യുന്നത് അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ എനിക്ക് നീറ്റിനോട് ഒരു സാധനം ഫീൽ ചെയ്യുന്നത്. ഞാൻ ഒരു നേരത്തെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഓക്കെ ഇടി ഇതല്ല എനിക്ക് എന്താ പറയാ ആലോചിക്കാൻ വയ്യ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ എൻ്റെ മുന്നേക്ക് ഡിസക്ഷന് വേണ്ടി കടാവർ കിട്ടുന്ന എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, യു ജസ്റ്റ് റിലാക്സ്, നീ ആലോചിക്കി, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇതല്ല എൻ്റെ ഫീൽഡ്, ഐ ഷുഡ് ഗോ ടു എഞ്ചിനീയറിങ്, അതാണ് ഞാൻ ചെറുപ്പം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, അല്ല ഞാൻ പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചു, അവരുടെ മോട്ടിവേഷൻ ഉണ്ട്, അവർക്കും ഈ പറഞ്ഞ പോലെ നീറ്റ് MBBS ഒക്കെ കേട്ടപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ എന്നെ കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഓക്കെ ഐ ഷുഡ് ഗോ ദിസ് എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ സൈലത്തിൽ തന്നെ +2 അവരുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു. തുടക്കത്തിലൊക്കെ ഭയങ്കര ആവേശമായിരുന്നു പഠിക്കാനായിട്ട്. അത്യാവശ്യം നല്ല സ്കോർ കിട്ടിയിരുന്നു.
പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്കൂളിലെയും ഇതും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ക്ലാസ്സസൊക്കെ. പിന്നെ കുറച്ച് ലാഗ് വന്നു. അങ്ങനെ +2 കടന്നുപോയി. അങ്ങനെ +2 ലാസ്റ്റ് ആ സമയത്ത് കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വന്ന് വീട്ടിൽ അമ്മാമ്മയ്ക്ക്. അത് അതിനുശേഷം ജസ്റ്റ് ഒരു 1 വീക്ക് 1.5 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നീറ്റ് എക്സാം. ഓഫ് കോഴ്സ് ഞാൻ ഇത്ര കണ്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കോർ വാസ് ജസ്റ്റ് 250 ആൻഡ് 250 സംതിങ് ലൈക്ക് ദാറ്റ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു കിട്ടില്ല എന്ന്. ആൻഡ് ഐ വാസ് വെൽ പ്ലാൻഡ് ഫോർ റിപ്പീറ്റിംഗ്. അപ്പം ഞാനിങ്ങനെ വിളിച്ച് ഇങ്ങനെ ചോദിക്കും എത്രയാണ് ഫീസ്, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ ബേസിക്കലി +2 ഇത് എടുത്തിരിക്കുന്നത് ജസ്റ്റ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവും, എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നോട്ട് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. കിട്ടില്ല അങ്ങനെ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു തൃശ്ശൂർ പൊക്കൂടെ, തൃശ്ശൂർ സൈലം ഉണ്ടല്ലോ. ഐ സെറ്റ് നോ, ഐ ഷുഡ് ഗോ ടു കോഴിക്കോട്. കോഴിക്കോട് ഇസ് എ മെയിൻ സെൻറ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഐ റിമെമ്പർ ദ ഡേറ്റ്, ഇറ്റ് വാസ് ഓൺ May 22nd. ഞാൻ കോഴിക്കോട് എന്ന നഗരത്തിൽ സൈലത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി, എന്താ പറയുക, ഭയങ്കര മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി സൈലത്തിലേക്ക് കടന്നെത്തുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൈസ് ലെറ്റ്സ് വെയിറ്റ്. നമ്മൾ പാർട്ട് 2 വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 സ്റ്റോറി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇടും, ബട്ട് സ്റ്റിൽ യു ഷുഡ് കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. എന്നാലേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.